ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു മണിക്കുഴക്കട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഗോതമ്പിൻ്റെ പൊടി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെച്ചതാണ്, ഉപ്പൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് ചെറിയ ചെറിയ മണികളാക്കിയിട്ട് ഉരുട്ടിയിടണം കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് വലുപ്പമുണ്ട്, അതിനേക്കാളും ചെറുതായിട്ടായാലും നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് ക്ഷമയില്ലാണ്ട് കുറച്ച് വലുതായിപ്പോയി. പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇടയ്ക്കൊന്ന് മാറ്റി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. വൈകുന്നേരത്തെ 4 മണി പലഹാരമായിട്ടും രാത്രിയേക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഈ മാവ് മുഴുവനും കുഞ്ഞു കുഞ്ഞു മണികളാക്കി എല്ലാം ഉരുട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാ മണിക്കുട്ടന്മാരും നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. അങ്ങനെ കടുകും പിന്നെ ചെറിയുള്ളിയാണ്, കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അതേപോലെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട്, കറിവേപ്പില ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് പിന്നെ വാടിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും നല്ല മണമൊക്കെയുള്ള കറിവേപ്പിലയായിരുന്നു. പിന്നെ അപ്പോൾ കറിവേപ്പിലയും ചുവന്ന മുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കാം കേട്ടോ. പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ചൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ ഇല്ല 1/4 സ്പൂണിനേക്കാളും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. സാധാ മുളക് പൊടി തന്നെയാണ് കേട്ടോ. അധികം മുളക് പൊടി കൂടുതലാവണ്ട, എരിവ് അധികമാകുമ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഉപ്പിട്ടിട്ടാണ് ഈ മാവ് കുഴച്ചത്, എന്നാൽ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പും അധികമായി പോകരുത്. എന്നിട്ട് പിന്നെ ഈ മണിക്കുട്ടന്മാരെ മൊത്തം ഞാൻ ഈ വെള്ളത്തിലേക്ക് പെറുക്കിയിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ മേലോട്ടൊക്കെ കയറി നിൽക്കുന്നതിനൊക്കെ പിന്നെ ആ വെള്ളത്തിലേക്ക് തള്ളി താഴെ ഇട്ടു. അങ്ങനെ പിന്നെ അത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങനെ ഒന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോവും. അങ്ങനെ പിന്നെ വീണ്ടും കുറച്ച് തേങ്ങയും കൂടി ചിരവിതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. മുഴുവൻ വറ്റുമ്പോഴേക്കും തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, ആ കുഴക്കട്ടയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ചെറുതാണെങ്കിൽ നല്ല ഇതുണ്ടാവുമല്ലോ അല്ലേ. പക്ഷെ എന്നാലും കുറച്ച് വലുതായി എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് മാറ്റമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇടയ്ക്കൊരു വെറൈറ്റി പരീക്ഷിക്കുന്നത് നല്ലതല്ലേ അല്ലേ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ളൊരു ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാൻ വേണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.